റംസാൻ സീരീസിലെ 6th റെസിപ്പി സമൂസയാണ് കേട്ടോ. അപ്പോൾ സമൂസ നോമ്പിൽ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആജീസ് വേൾഡ്. അപ്പോൾ നമുക്ക് ആദ്യം സമൂസക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 3 സവോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവോളയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പാനൊന്ന് മൂടി വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഈ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. സവോള ഒന്ന് വാടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ റോസ് സ്മെല്ല് പോണ വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 2 തണ്ട് വേപ്പിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെ റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ കുറച്ച് കൂടുതൽ മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. നോമ്പിന് ചിക്കൻ സമൂസ ഉണ്ടാക്കാനും പിന്നെ ഇറച്ചിക്കോള അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ സമൂസ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം കോണാക്കി മടക്കും, എന്നിട്ട് ആ കോണൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫില്ലിങ്സ് വെക്കുകയാണ് ചെയ്യണത്. അങ്ങനെ സമൂസ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സമൂസൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.